ആഫ്റ്റർ 3 മന്ത്സിന് ശേഷം കേട്ടോ എനിക്ക് പെൻഡിങ്ങുള്ള ക്ലാസ്സിന് ഡേറ്റ് കിട്ടിയത്. ഇവിടെ വന്നപ്പോൾ ആരുമില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് പങ്ക്ച്വാലിറ്റി കൂടിയെന്ന് ഡയറക്റ്റ് 10 o'clock എത്താൻ പറഞ്ഞതായിരുന്നു. ഞാൻ 9:30 മുന്നേ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ടൈൻ്റെ ക്ലാസ് ആയതുകൊണ്ട് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് വന്നതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ടൈൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നോട്ട്സ് എഴുതാണ്ടായിരുന്നു. അങ്ങനെ നോട്ട്സും എഴുതി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത്. നിങ്ങൾക്ക് എഴുതുന്നുണ്ടാവും ക്ലാസ്സിൻ്റെ ഇടയിൽ വീഡിയോസ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ക്ലാസ്സിൻ്റെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ടൈൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഫൈനൽ ലുക്കൊക്കെ ഞാൻ അതിൽ കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യും, വേണ്ടവർ കാണുക. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ട് തസ്നിയും കൂടെ അവൾക്ക് ക്രാഫ്റ്റിൻ്റെ പരിപാടി, അങ്ങനെ അവൾക്കുള്ള ക്രാഫ്റ്റിൻ്റെ ഹാമ്പർ സെറ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഔട്ടിങ്ങിന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഓക്സ്പോയിൽ, ഇവിടെ പെരുന്തമണ്ണല്ല, ഓക്സ്പോ യൂണിസെക്സിലും പിന്നെ കംഫർട്ട് ഫാക്ടറിയിലുമാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെയാണ് ഞങ്ങൾ പകുതി ടൈമും സ്പെൻഡ് ചെയ്തത്. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് മിറർ ഷോസും കാണിച്ച് ഞങ്ങൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് അങ്ങനെ ഇറങ്ങി നേരെ ഞങ്ങൾ വിട്ടത് ലെൻസ് കാർട്ടിലോട്ടാണ്. അപ്പോൾ അവൾക്ക് ഹാമ്പറിലോട്ട് സെറ്റ് ചെയ്യാൻ ഒരു ഗ്ലാസ് വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങനെ ഗ്ലാസ്സും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. കിട്ടിയില്ല, പക്ഷേ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ഐ ടെസ്റ്റിന് പറ്റി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഐ ടെസ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് ഇറങ്ങി നേരെ അൽത്തമറിലോട്ടാണ് പോയത്. അവൾക്ക് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് നേരെ അവൾക്ക് ലൈറ്റ് വേണമെന്ന് പറഞ്ഞങ്ങാണ്ട് റിംഗ് ലൈറ്റിന് വേണ്ടിയിട്ട് ഇമേജിൽ പോയി. ഇമേജിൽ നിന്ന് കിട്ടിയില്ല. അങ്ങനെ നേരെ ഞങ്ങൾ ഗൾഫ് ഫോണിലോട്ടാണ് പോയത്. പക്ഷെ അവിടുന്ന് മാഷാ അല്ലാ നല്ല അടിപൊളി റിംഗ് ലൈറ്റും അതിനുള്ള സ്റ്റാൻഡും അവൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്.